9 പ്രധാന ദൂതന്മാരായ വിശുദ്ധ മിഖായേലിന്റെയും വിശുദ്ധ ഗബ്രിയേലിന്റെയും വിശുദ്ധ റാഫേലിന്റെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. 16-ാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ മാത്രം ആഘോഷിച്ചിരുന്ന ഈ തിരുനാൾ 1670-കളോട് കൂടി ആഗോള സഭയിൽ വ്യാപിപ്പിക്കുകയുണ്ടായി. ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും ഒരു കാവൽ മാലാഖയുണ്ട്. അതവനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും രക്ഷ കൈവശപ്പെടുത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. ജനിക്കുന്ന നിമിഷം മുതൽ മാലാഖ തന്റെ ദൗത്യം ആരംഭിക്കുന്നു. ദൈവം അയച്ചിരിക്കുന്ന വേലക്കാരും ദൂതന്മാരുമാണ് മാലാഖമാർ. മാലാഖ എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ ദൂതവാഹകൻ എന്നാണ് അർത്ഥം. കണ്ണുകൊണ്ട് കാണാൻ കഴിയുകയില്ലെങ്കിലും നമ്മുടെ ഇഹലോക യാത്രയിൽ അവർ നമ്മെ സഹായിക്കുന്നു. ജീവനിലേക്ക് നയിക്കുവാൻ ഓരോ വിശ്വാസിയുടെയും സമീപത്ത് ഒരിടയനായും രക്ഷകനായും ഒരു മാലാഖ നിലയുറപ്പിച്ചിട്ടുണ്ട്. മിഖായേൽ എന്ന മുഖ്യദൂതന്റെ പേര് ഹീബ്രുവിൽ ദൈവത്തിനോട് അടുത്തവൻ എന്നാണ് അർത്ഥമാക്കുന്നത്. പടച്ചട്ടയും പാതുകങ്ങളും അണിഞ്ഞ ഒരു യോദ്ധാവിന്റെ രൂപത്തിലാണ് വിശുദ്ധ മിഖായേലിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. സാത്താനോട് പോരാടുന്നതിനും മരണസമയത്ത് ആത്മാക്കളെ സാത്താന്റെ പിടിയിൽ നിന്നും രക്ഷിക്കുന്നതിനും ക്രിസ്ത്യാനികളുടെ രക്ഷകനായിരിക്കുന്നതിനും ആത്മാക്കളെ അന്ത്യവിധിക്കായി കൊണ്ടുവരുന്നതിനും മറ്റുമായി നാം വിശുദ്ധ മിഖായേലിന്റെ സഹായം അഭ്യർത്ഥിക്കുന്നു. പ്രധാന ദൂതന്മാരിലെ അടുത്ത ദൂതനാണ് വിശുദ്ധ ഗബ്രിയേൽ. ദൈവം എന്റെ ശക്തി എന്നാണ് ഗബ്രിയേൽ എന്ന വാക്ക് അർത്ഥമാക്കുന്നത്. അവതാര പദ്ധതികൾ മനുഷ്യർക്ക് വിളംബരം ചെയ്യുന്നതിനായി തിരഞ്ഞെടുക്കപ്പെട്ട ദൂതൻ എന്ന നിലയിലാണ് വിശുദ്ധ ഗബ്രിയേൽ കൂടുതലായും അറിയപ്പെടുന്നത്. മുഖ്യദൂതനായ വിശുദ്ധ റാഫേലിനെ കുറിച്ചുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത് തോബിന്റെ പുസ്തകത്തിൽ നിന്നുമാണ്. ബെത്സൈദിയയിലെ അത്ഭുത വെള്ളം ഇളക്കിയത് വിശുദ്ധ റാഫേലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. സഹോദരരെ, ഏറ്റവും ലാളനാപൂർവമായ സ്നേഹത്തോടെ നാം ദൈവത്തിന്റെ മാലാഖമാരെ സ്നേഹിക്കണം. കാരണം ഒരു നാൾ അവർ നമ്മുടെ സ്വർഗീയ കൂട്ടവകാശികൾ ആകുന്നവരാണ്. പിതാവ് ഇപ്പോൾ അയച്ചിരിക്കുന്ന ഈ ആത്മാക്കൾ വരും കാലം നമ്മുടെ സംരക്ഷകരും വഴികാട്ടികളും ആകാൻ പോകുന്നവരാണ്. ഇപ്രകാരമുള്ള അംഗരക്ഷകർ ഉള്ളപ്പോൾ നാം എന്തിനു ഭയക്കണം? അവരെ വഞ്ചിക്കുവാനോ തോൽപ്പിക്കുവാനോ ആർക്കും സാധിക്കുകയില്ല. അവർ വിശ്വസ്തരാണ്, അവർ ബുദ്ധിശാലികളാണ്, അവർ ശക്തരാണ്. പിന്നെ നാം എന്തിനു പേടിച്ചു വിറയ്ക്കണം? നാം അവരുടെ പിന്നാലെ നടന്നാൽ മാത്രം മതി, അവരോട് ചേർന്ന് നിന്നാൽ മാത്രം മതി. അപ്പോൾ നാം അത്യുന്നതന്റെ ആലയത്തിൽ സുഖമായി വസിക്കും. ആകയാൽ അടിക്കടിയുള്ള അഗ്നിപരീക്ഷ നിന്നെ തൊടാൻ തുടങ്ങുമ്പോഴും ഹൃദയഭേദകമായ ദുഃഖം നിന്റെ മേൽ വീഴാൻ തുടങ്ങുമ്പോഴും സഹായകരായ അവരെ പ്രാർത്ഥിച്ചുണർത്തുക. ഉച്ചത്തിൽ വിളിച്ച് കേണപേക്ഷിക്കുക. വിശുദ്ധ ബർണാഡസിന്റെ വാക്കുകൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നിന്റെ എല്ലാ വഴികളിലും മാലാഖമാർ നിനക്ക് അകമ്പടി സേവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി നിന്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യേണ്ടതുപോലെ ചെയ്യുവാൻ നീ ജാഗരൂകനായിരിക്കുക. എന്തെന്നാൽ ഈ ദൗത്യത്തിൽ അവർ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. എവിടെ വസിച്ചാലും ഏത് മുക്കിലും മൂലയിലും നീ അകപ്പെട്ടാലും നിന്റെ കാവൽ മാലാഖയെ, പ്രധാന മാലാഖമാരെ ആദരവോടെ നീ ഓർക്കുക. അവർ ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടോ? കാരണം അവരെ കാണാൻ പറ്റുന്നില്ലല്ലോ. കേവലം ഒരു കാഴ്ചയ്ക്കും അപ്പുറത്ത് നിലനിൽപ്പുണ്ടെന്ന യാഥാർത്ഥ്യം നീ ഓർക്കുക. നന്ദി, നമസ്കാരം.